ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്നതിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിൽ ദൈവം ബോധിച്ചൊരു വ്യക്തി, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവവിശേഷതകളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ. നാം ദാവീദിനോടുള്ള ബന്ധത്തിലാണ്. ദാവീദിനെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ എനിക്ക് ബോധിച്ച വ്യക്തി, എൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തി എന്നൊക്കെ ദാവീദിനെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ദാവീദിനെ ദൈവം അങ്ങനെ പറയുന്നത് എന്നുള്ളത് ദാവീദിൻ്റെ സ്വഭാവവിശേഷതകൾ കൂടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം ബോധിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട സ്വഭാവവിശേഷതകൾ എന്താണെന്നുള്ളത് ദാവീദിൻ്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഒന്നാമതായിട്ട് ദാവീദിൻ്റെ സ്വഭാവവിശേഷതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദാവീദ് വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയായിരുന്നെന്ന് കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നാം കണ്ടു ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തി, അല്ലെങ്കിൽ യഹോവ ഭക്തിയുള്ള ഒരു വ്യക്തി. മൂന്നാമതായിട്ട് നാം കണ്ടു മാനുഷ്യഭയമില്ലാത്ത വ്യക്തി, മനുഷ്യരെ ഒട്ടും ഭയമില്ലാത്ത, ദൈവത്തെ മാത്രം ഭയപ്പെടുന്ന ഒരു വ്യക്തി, മാനുഷ്യഭയമില്ലാത്ത വ്യക്തി കണ്ടു. ഇന്ന് നമുക്ക് ദാവീദിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അധ്വാനശീലമുള്ള ഒരു ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അധ്വാനശീലം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്നുള്ളത് നമുക്ക് ദൈവത്തിൻ്റെ വചനം ഉടനീളം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. അവിടെ അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഒരു സ്വഭാവ വിശേഷതയാണ് അത്. എന്ത് ചെയ്താലും നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്നവണ്ണം ചെയ്യുക. കർത്താവിന് എന്നവണ്ണം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശ്വസ്തയോടും വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിനെ സേവിക്കുന്ന ഒരു വ്യക്തി അവർ മടിയന്മാരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കർത്താവ് എപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഇവിടെ ദാസന്മാരെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിലാണ് കർത്താവ് ഇത് പറയുന്നത്. അവിടെ പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അവർ യജമാനെ സേവിക്കുന്നത്, എല്ലാ ജോലികളും ചെയ്യേണ്ടി വരും. ഒരു പാത്രം കഴുകുന്നത്, മുറിയടിക്കുന്നത്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ യജമാന്മാർക്ക് വേണ്ടി ദാസന്മാർ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. അങ്ങനെ നമ്മൾ മനസ്സോടെ കർത്താവിന് ചെയ്യുന്ന പോലെ വിശ്വസ്തയോടും സത്യസന്ധതയോടും അതുപോലെ അധ്വാനശീലത്തോടും കൂടെ ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് പ്രതിഫലം തരും. കർത്താവ് നമ്മളെ എടുത്ത് ഉപയോഗിക്കും എന്നുള്ളത് നമുക്ക് പല ഭാഗങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. അവിടെ ന്യായാധിപന്മാർ 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നത്, അനന്തരം യഹോവയുടെ ദൂതൻ വന്ന് ഒഫ്രയിൽ അബ്യോസിനായ യോവാസിൻ്റെ കരുവേലകത്തിന് കീഴിരുന്നു. അവൻ്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലി, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനായ യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെയും ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുണ്ട്. അവൻ്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാനരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശയിൽ നിന്ന് എൻ്റെ കുല എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമാണ്. യഹോവ അവനോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടിയിരിക്കും. ഇതാണ് ഗിദെയോനെ സെലക്ട് ചെയ്യാനുള്ള കാര്യം. ബാക്കിയുള്ള അനേകർ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അധ്വാനശീലമുള്ള അവൻ
അവന് ഭയമില്ല, മിദ്യാനരുടെ ഭയമില്ല. എന്ന അവർ ഉപദ്രവിക്കും, അവൻ്റെ വസ്തു അവൻ്റെ ഹാർവസ്റ്റ് മുഴുവൻ അവർ കൊണ്ടുപോകുമെന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ ധൈര്യത്തോടുകൂടെ, അവൻ അധ്വാനശീലത്തോടുകൂടെ മുന്തിരിച്ചക്കിനരികെ വെച്ച് അവൻ ഗോതമ്പ് മെതിച്ചെടുക്കുകയായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അവനെ നോക്കിയിട്ട് കർത്താവ് പറയാണ്, പരാക്രമശാലി എന്ന് വിളിച്ചിട്ട് ഗിദെയോന് വേണ്ടി വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യം അവനെ ഏൽപ്പിക്കുകയാണ്. എന്താണ്? ഈ മിദ്യാനരെ യുദ്ധം ചെയ്ത് കീഴടക്കുക എന്നുള്ളത്. യുദ്ധം ചെയ്ത് കീഴടക്കി തൻ്റെ ജനത്തെ രക്ഷിക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, യഹോവ നിന്നോട് കൂടെയുണ്ട്. അതേ സഹോദരിമാരെ, അധ്വാനശീലമുള്ള ഒരു വ്യക്തിയോടുകൂടെ കർത്താവ് കൂടെയുണ്ട്. നാം ചെയ്യുന്നത് എന്തായാലും അത് ദൈവത്തിനെന്നവണ്ണം നാം ചെയ്താൽ ദൈവം നമ്മളെ വേറെ ചില കാര്യങ്ങൾക്കായിട്ട് എടുത്തുപയോഗിക്കും എന്നുള്ളത് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൻ ഗോതമ്പ് വിതച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവരോ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അവൻ വളരെ വിശ്വസ്തയോടുകൂടി ചെയ്യുമ്പോൾ കർത്താവ് അവനെ നോക്കിയിട്ട് അവനിൽ കാണുന്നത് പരാക്രമശാലിയെ. അത് കഴിഞ്ഞിട്ട് ഗിദെയോനെ കർത്താവ് അവനോട് കൂടിയിരുന്ന് അവനെ വളരെ വളരെ വലിയൊരു ദൗത്യത്തിനായിട്ട് അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സ്വഭാവം തന്നെയാണ് ദാവീദിനുണ്ടായിരുന്നത് എന്നുള്ളത് ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദാവീദിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ 16-ാം അധ്യായത്തിൽ നമുക്ക് 11-ാം വാക്യം ഒന്ന് വായിക്കാം. നിൻ്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശൗമേൽ ചോദിച്ചതിന് അവൻ ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കാവുന്നു എന്ന് പറഞ്ഞു. അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കില്ല എന്ന് പറഞ്ഞു. ബാക്കിയുള്ള എല്ലാ മക്കളും വീട്ടിലുണ്ടായിരുന്നു. അവർ ചിലരൊക്കെ യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വന്നവരായിരിക്കാം, ഭടന്മാരായിരിക്കാം. എന്നാൽ എല്ലാവരും അവർ ഭവനത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഒരുത്തൻ മാത്രം അവൻ ആടുകളെ മേയ്ക്കുകയാണ്. ആടുകളെ മേയ്ക്കുന്ന എളുപ്പമുള്ള ഒരു ജോലിയല്ല. ആടുകളുടെ സ്വഭാവം നമ്മുടെ കർത്താവിനെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴും അവൻ നല്ല ഇടയനാണ് എന്നുള്ളതാണ്. നല്ല ഇടയൻ എന്നുള്ള ഒരു ജോലി വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ആടുകളായ നമ്മൾക്ക് നമ്മളെ തന്നെ അറിയാം. നമ്മൾ എത്ര ചഞ്ചല ഹൃദയമുള്ളവരാണ്. ഒരു നിമിഷം ഒരു കാര്യം ചിന്തിച്ചാൽ അടുത്ത നിമിഷം നമ്മൾ എന്ത് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തിയും പോകുന്നത്. അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ആടുകളെ മേയ്ക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുകളാണ്. അങ്ങനെ ആടുകളെ മേയിച്ച അധ്വാനശീലമുള്ള ഒരു വ്യക്തിയാണ് ദൈവത്തിന് വേണ്ടത്, തൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുവാൻ വേണ്ടി. അതുകൊണ്ട് അധ്വാനശീലമുള്ള അല്ലെങ്കിൽ ആടുകളെ മേയ്ക്കുന്ന ആ ദാവീദിനെയാണ് രാജാവാകുവാൻ ദൈവം തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവൻ ആടുകളെ മേയ്ക്കുന്ന അതേ സമയം തന്നെ 18-ാം വാക്യത്തിൽ അവനെക്കുറിച്ച് പറയുന്ന ബേത്ലഹേമിനായ ഇസ്സായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ 6-7 മക്കളുണ്ട്. എന്നാൽ അവിടെ പറയുന്ന ഒരു മകനെ കണ്ടിട്ടുണ്ട്. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാകുന്നു. യഹോവയും അവനോട് കൂടെ ഉണ്ട്. ഗിദെയോനോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയിരിക്കും. ദാവീദിനെക്കുറിച്ച് പറയുമ്പോൾ യഹോവ അവനോട് കൂടെയുണ്ട്. മാത്രമല്ല അവൻ പരാക്രമശാലിയാണ്, യോദ്ധാവാണ്, വാക്ചാതുര്യമുള്ളവനാണ്, കോമളനാണ്. എന്നാൽ ഈ ദാവീദിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ ഏറ്റവും എളിയ മകനാണ്. അവനധികം പ്രായമില്ല. അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളനും രൂപിയുമായിരുന്നു. അവനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അവൻ പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമായിരുന്നു. അത്ര കഴിവ് ഈ ദാവീദിനുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ പരാക്രമശാലിയെ അധ്വാനശീലമുള്ള ദാവീദിനെയാണ് ദൈവം സെലക്ട് ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 22-ാം വാക്യത്തിൽ നാം കാണുന്നു, ആകയാൽ ശൗൽ ഇശായിയുടെ അടുക്കൽ ആളെ അയച്ചു, ദാവീദിനോട് എനിക്ക് ഇഷ്ടം തോന്നിയിരിക്കൊണ്ട് അവൻ എൻ്റെ അടുക്കൽ താമസിക്കട്ടെ എന്ന് പറയിച്ചു. അപ്പോൾ അവിടെ നമുക്ക് കാണുന്നത് ദാവീദ് ശൗലിൻ്റെ അടുക്കൽ ചെന്നു, അവൻ്റെ മുമ്പാകെ നിന്നു. അവനോട് വളരെ സ്നേഹമായി അവൻ്റെ ആയുധവാഹനായിട്ട് തീർന്നു. അതെ, ആട്ടിടയൻ ആയുധവാഹനായിട്ട് തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം അവൻ്റെ യുദ്ധത്തിൻ്റെ ഒന്നാമത്തെ വ്യക്തിയായിട്ട് യുദ്ധത്തെ നയിക്കുവാനായി ശൗലിൻ്റെ യുദ്ധത്തിൻ്റെ നയിക്കുവാനുള്ള ഒരു വ്യക്തിയായിട്ട് ദാവീദ് തീർന്നു. മാത്രമല്ല ആ ദാവീദാണ് ഉയർന്ന്
ഒരു ഇസ്രായേലിൻ്റെ മുഴുവനും 12 ഗോത്രങ്ങളെയും ഭരിക്കുന്ന വ്യക്തിയായിട്ട് തീർന്നത്. എന്നാൽ അവൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ആട്ടിടയനായിരുന്ന സമയത്ത് അവൻ അധ്വാനശീലമുള്ളവനായിരുന്നു. അവൻ ശൗലിൻ്റെ കീഴെ നിന്നപ്പോൾ അവൻ മടിയനായിരുന്നില്ല, അവൻ അധ്വാനശീലമുള്ള വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ വീണ്ടും അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ കാട്ടുപ്രദേശങ്ങളിൽ കൂടെ നടക്കുമ്പോഴും ദാവീദിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ കൂടെ ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടി കരുതുന്ന അധ്വാനശീലമുള്ള ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ നാബാലിൻ്റെ ആടുകളെ നോക്കുന്ന കാര്യത്തിലും അധ്വാനശീലമുള്ള ദാവീദിനെയും കൂട്ടരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാവീദിനെ ഏതെല്ലാം സാഹചര്യങ്ങളിൽ നോക്കിയാലും അവൻ രാജാവായിട്ട് വാണെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊഫഷനിൽ കൂടി അവൻ പോകുമ്പോഴും അവനെ അത്രമാത്രം സഹായിച്ചത് അവൻ അധ്വാനശീലമുള്ളവനായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അധ്വാനശീലമാണ് എന്നുള്ളത് അനേക വേദഭാഗങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് അത് സദൃശവാക്യങ്ങൾ വായിക്കുമ്പോൾ സദൃശവാക്യങ്ങളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഒന്നിനു പുറകായി ഒന്നായിട്ട് അവിടെ നമുക്ക് അധ്വാനശീലമുള്ള വ്യക്തിയുടെ ഗുണങ്ങളെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. 10-4 വാക്യത്തിൽ സദൃശവാക്യങ്ങൾ 10-4 വാക്യത്തിൽ കാണുന്നത്, മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീർന്നു, ഉത്സാഹിയുടെ കയ്യോ സമ്പത്തുണ്ടാക്കുന്നു. 10-26 വാക്യത്തിൽ നാം കാണുന്നത്, മടിയൻ തന്നെ ചെറുക്ക പല്ലിനും പുക കണ്ണിനുമാകുന്നത് പോലെ മടിയൻ തന്നെ അയക്കുന്നവർക്കാകുന്നു. അതുപോലെ തന്നെ 12-27 വാക്യത്തിൽ 12-24 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഉത്സാഹിയുടെ കയ്യോ അധികാരം നടത്തുന്നു, മടിയനോ ഊഴവേലയ്ക്ക് പോകേണ്ടി വരും. 27 വാക്യത്തിൽ നാം കാണുന്നു, മടിയനൊന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു. 13-4 വാക്യത്തിൽ നാം കാണുന്നത്, 13 മടിയൻ കൊതിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല, ഉത്സാഹിയുടെ പ്രാണനോ പുഷ്ടി ഉണ്ടാകുന്നു. അതുപോലെ 15-19 വാക്യത്തിൽ നാം കാണുന്നത്, 15-19 വാക്യത്തിൽ മടിയൻ്റെ വഴി മുള്ളുവേലി പോലെയാകുന്നു, നീതിമാന്മാരുടെ പാതയോ പെരുവഴിയാകുന്നു. 18-9 വാക്യത്തിൽ നാം കാണുന്നത്, വേലിയിൽ മടിയനായവൻ മുടിയൻ്റെ സഹോദരൻ. 19-15 വാക്യത്തിൽ നാം കാണുന്നത്, മടി ഗാഠനിദ്രയിൽ വീഴിക്കുന്നു, അലസചിത്തനൻ പട്ടിണി കിടക്കുന്നു. 19-24 വാക്യത്തിൽ നാം കാണുന്നത്, അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, മടിയൻ തൻ്റെ കൈ തളികയിൽ പൂത്തുന്നു, വായിലേക്ക് തിരികെ കൊണ്ടുവരികയില്ല. ഈ സദൃശവാക്യങ്ങൾ ഇനിയും ഒത്തിരി വാക്യങ്ങളുണ്ട്. നാം ആദ്യം മുതൽ നോക്കിയാൽ മടി അത് ദൈവം ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വന്നിരുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് സദൃശവാക്യത്തിൽ മുഴുവനും എല്ലാ അധ്യായങ്ങളിൽ തന്നെ അധ്വാനശീലത്തിൻ്റെ ഗുണവും മടിയന് സംഭവിക്കുന്ന കാര്യങ്ങളും കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഗുണം ദാവീദിനുണ്ടായിരുന്നു. അതാണ് ദൈവം ബോധിച്ച ഒരു വ്യക്തിയിൽ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് 1 തെസ്സലോനിക്കർ 4:12 നമുക്ക് 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ 4:12 വാക്യത്തിൽ നാം കാണുന്നത്, അവിടെ കാണുന്നത്, ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണമെന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ 1 തെസ്സലോനിക്കരിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, സ്വന്തം കൈകൊണ്ട് വേല ചെയ്യണം, അതിൽ അഭിമാനം തോന്നണം എന്നുള്ളതാണ്. ജോലി ചെയ്യുമ്പോൾ പാത്രം കഴുകുന്ന എന്ത് ജോലിയാണ്, മുറിയടിക്കുന്ന എന്ത് ജോലിയാണ്, മിറ്റടിക്കുന്ന എന്ത് ജോലിയാണ്? അങ്ങനെയല്ല സഹോദരിമാരെ, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് അഭിമാനം തോന്നണം. നമ്മൾ അടുക്കളയിലായിരിക്കുമ്പോൾ നാം ചെയ്യുന്ന ജോലിയിൽ നമുക്ക് അഭിമാനം തോന്നണം. അവിടെ നാം പറയുന്നുണ്ട്, എന്ത് ചെയ്താലും അത്
ദൈവത്തിനെന്ന പോലെ ചെയ്യണം. അത്രയും വിശ്വസ്തയോടുകൂടി, അത്രയും സമർപ്പണത്തോടുകൂടി, അത്രയും അധ്വാനത്തോടുകൂടി നാം ജോലി ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. മാത്രമല്ല നമ്മുടെ ജോലി അഭിമാനത്തോടുകൂടി നാം ചെയ്യണം. എങ്കിലേ നമ്മളെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വേർതിരിച്ചെടുക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കത്തുള്ളൂ. മടിയനെ കൊണ്ട് ഒന്നിനും സാധിക്കത്തില്ല. മടിയനൊക്കെ ദൈവത്തിന് വേണ്ട, മടിയനെ മനുഷ്യർക്കും വേണ്ട. മുടിയൻ്റെ സന്തതി എന്നാണ് നമ്മൾ വായിച്ചത്. അതാണ് മുടിയനെ ആർക്കെങ്കിലും വേണോ? മുടിയൻ്റെ സന്തതി ആർക്കും വേണോ? വേണ്ട. അതാണ് മടിയൻ്റെ സ്വഭാവവിശേഷം. എന്നാൽ ഉത്സാഹിയുടെ കയ്യ് അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ വേല ചെയ്യണം. നമ്മൾ വെറുതെ വേല ചെയ്യുന്നതല്ല, നമ്മൾ ദൈവത്തിനെന്ന പോലെ വേല ചെയ്യണമെന്ന് മാത്രമല്ല, നമ്മുടെ വേലകളെല്ലാം നാം അഭിമാനത്തോടെ ചെയ്യണമെന്നും ദൈവം ആഗ്രഹിക്കുന്നെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കൊരു വേദഭാഗം കൂടെ വായിക്കാം. 2 തെസ്സലോനിക്കർ 3:10 വാക്യത്തിൽ നമ്മൾ പറയുന്ന, വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. ഈ വാക്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം ആഗ്രഹിക്കുന്ന സ്വഭാവ വിശേഷം അത് അധ്വാനശീലം. അത് എങ്ങനെയാണ് ഈ അധ്വാനശീലം? അഭിമാനത്തോടുകൂടി അധ്വാനിക്കുന്നവർ, ദൈവത്തിനെന്ന പോലെ അധ്വാനിക്കുന്നവർ, എന്തു ചെയ്താലും ദൈവത്തിനെന്ന പോലെ അധ്വാനിക്കുന്നവർ, അവരെയാണ് ദൈവത്തിന് വേണ്ടത്. ദൈവം ബോധിച്ച വ്യക്തി എന്ന് കാണുവാനായിട്ട് ദാവീദിൽ കഴിഞ്ഞത് ഈ സ്വഭാവ ഗുണമാണ്. അവൻ അധ്വാനശീലമുണ്ടായിരുന്നു. നമ്മൾ അതിനു മുമ്പ് കണ്ടു ഗിദെയോൻ്റെ സ്വഭാവം. അവനെ പരാക്രമശാലി എന്ന് വിളിച്ചുകൊണ്ട്, യഹോവ നിന്നോട് കൂടിയിരിക്കുമെന്ന് നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വലിയ ദൗത്യത്തിനായിട്ട് വളരെ പ്രയാസമുള്ളൊരു ഘട്ടത്തിൽ അവനെ വലിയ ഒരു ദൗത്യത്തിനായിട്ട് അയക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ അധ്വാനശീലമുള്ളവരെ ദൈവം സെലക്ട് ചെയ്ത് അവരെ ചില കാര്യങ്ങൾക്കായിട്ട് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാനായിട്ട്, ദൈവനാമമഹത്വത്തിനായിട്ട് ഉപയോഗിക്കപ്പെടുവാനായിട്ട് അവരെ സെലക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ, ദൈവം നമ്മളെ ഒരു ബോധിച്ച വ്യക്തി എന്ന രീതിയിൽ കാണണമെങ്കിൽ, ദൈവഹിതപ്രകാരമുള്ളൊരു വ്യക്തി എന്ന് കാണണമെങ്കിൽ നാം അധ്വാനശീലമുള്ളവരായിരിക്കണം. എങ്ങനെ അധ്വാനിക്കണം? നാം ചെയ്യുന്നതെല്ലാം ദൈവത്തിനെന്ന പോലെ ചെയ്യുകയും അഭിമാനത്തോടു കൂടി ചെയ്യുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.